മമ്പാട് വീട്ടിക്കുന്ന് ഉന്നതിയിൽ നിന്നും 10 അടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടി. ജനവാസ മേഖലയിലെത്തി മാളത്തിൽ കയറിയ രാജവെമ്പാലയെ മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ARF പ്രവർത്തകരായ അബ്ദുൽ മജീദ്, ഷഹനാസും ചേർന്ന് പിടികൂടിയത്. പാമ്പിനെ നിലമ്പൂരിലെ RRT കാര്യാലയത്തിലെത്തിച്ചു. നിരീക്ഷണത്തിനും പരിശോധനകൾക്കും ശേഷം രാജവെമ്പാലയെ വനത്തിൽ തുറന്നുവിടും. വനംവകുപ്പിന്റെ സർപ്പ് ആപ്പ് വന്നതിനു ശേഷം പാമ്പുകളെ രക്ഷിച്ച് വനത്തിൽ വിടുന്ന പ്രവൃത്തികൾ ശാസ്ത്രീയമായിട്ടുണ്ടെന്ന് RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PN രാഗേഷ് പറഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ വനംവകുപ്പിൻ്റെ 10 മിഷനുകളിൽ ഒന്നാണ് ഈ എന്താ പറയുക സർപ്പ ആപ്പ്. അപ്പം നിലവിൽ കേരളത്തിൽ എവിടെ കണ്ടാലും പാമ്പുകളെ കണ്ടു കഴിഞ്ഞാലും അതിനെ നേരത്തെ കാലങ്ങളിൽ അടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് വലിയ തോതിൽ മാറ്റം വന്നു. വലിയ തോതിൽ അത് ഒന്നുകിൽ സർപ്പ വള്ളിയേഴ്സിനെ വിളിക്കും, അല്ലെങ്കിൽ RRT ടീം അംഗങ്ങളെയാണ് വിളിക്കാറ്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്കതിനെ പിടിക്കാൻ പറ്റും. നേരത്തെ പാമ്പിനെ പിടിക്കുന്ന നേരം കത്രികപ്പൂട്ടുള്ള സാധനങ്ങളും അതേപോലെ വടികൾ വെച്ചിട്ടും പാമ്പിനെ എത്രത്തോളം അപകടം വരുത്തി അതിനെ ഒതുക്കിയിട്ടാണ് നേരത്തെ കാലങ്ങളിൽ പലരും പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ സിസ്റ്റം മൊത്തത്തിൽ മാറി. പാമ്പിനെ ചെറിയൊരു വിരലോണ്ട് തൊട്ട് നമുക്കതിനെ റെസ്ക്യൂ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് എന്താ പറയുക, പാമ്പുകളുടെ നട്ടലിനോ മറ്റു ഭാഗങ്ങൾക്കോ ഒന്നും ഒരു കേടും വരാത്ത വിധത്തിൽ പാമ്പിൻ്റെ വാല് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പിടിച്ച് മറു കയ്യിൽ സ്റ്റിക്ക് എടുത്ത് അതിനെ സുഖമായിട്ട് റെസ്ക്യൂ ചെയ്യാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഇത് തന്നെ വലിയൊരു വിജയമാണ്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പം പെരുമ്പാമ്പുണ്ട്, രാജവെമ്പാലുണ്ട്. രാജവെമ്പാലിനെ ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മാസം തന്നെ നമുക്ക് ഈ കിങ് കോബ്ര ഇനത്തിൽപ്പെട്ടുള്ള പാമ്പുകളെ ഒരു 4 എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ് മമ്പാട്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.